ഇന്ന് കേരളത്തിൽ മൊത്തം മുടക്കാണല്ലോ. അപ്പം ഇന്ന് രാവിലെ എണീറ്റിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ നിന്ന് രാത്രി പ്ലാൻ ചെയ്തിട്ടൊക്കെ കിടന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ നേരം വൈകിട്ടാണ് ഉറങ്ങിയത്. അത് കഴിഞ്ഞ് എണീറ്റപ്പോൾ ഒരു 12 മണിയൊക്കെ ആയി. സാധാരണ അങ്ങനെ നേരം വൈകിട്ട് എണീക്കാറില്ല. പക്ഷേ നല്ലൊരു ഉറങ്ങി എണീറ്റപ്പോൾ 12:30 ഒക്കെ ആയി. 12 മണി 12:30 ആയി. അപ്പോൾ അത് കാരണം രാവിലെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇനിയിപ്പോൾ ഞാൻ വൈകുന്നേരം ഇപ്പോൾ ഒരു 5-5:30 സമയമായിട്ടുണ്ടാവും. ഈ ഒരു സമയത്താണ് ഇപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയത്. പിന്നെ കുറേ ദിവസമായല്ലോ വീഡിയോ എടുത്തിട്ട്. അത് ഞാനിപ്പോൾ കുറേ ആയി ഇങ്ങനെ എടുക്കാറൊന്നുമില്ല. അതായത് ഫുൾ വീഡിയോ ഇട്ടാൽ ഒരൊറ്റ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഷോർട്സാണ് കൂടുതൽ ഇടുക. ഷോർട്സ് അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ വലിയ ഇതിലൊന്നും എടുക്കാറില്ല. പിന്നെ അങ്ങനെ ഉണ്ടാച്ച് അമ്പോ ഇവിടെ മുളക് ഇതായിട്ടുണ്ടാകും. ഇതൊക്കെ ഉമ്മ സെറ്റാക്കിയുള്ള കേട്ടോ. ഉമ്മയുടെ ചെടികളുടെ കമനീയ ശേഖരണം. പക്ഷേ കമനീയ ശേഖരണം മൊത്തം സീന. ഫുൾ പ്ലാൻ ചെയ്തെടുത്താണ്. പക്ഷെ പ്ലാൻ മൊത്തം കുളമായി പോയിട പോവും. അതങ്ങനെ എടുത്തു. ഇവിടെയൊക്കെ ഇപ്പോൾ ഫുള്ള് തടച്ചിട്ടിരിക്കുക. അതങ്ങനെ വഴീൻ്റെ അടുത്ത് വലിയ തടസ്സമല്ല. ഇങ്ങനെ ഇവിടെ ചെടികളൊക്കെ കണ്ട ഇങ്ങനെ സെറ്റാക്കിയിട്ടുള്ളതുകൊണ്ടേ അപ്പം അങ്ങനെ ബ്ലോക്കാക്കി കിട്ടുന്നുള്ളൂ. ഇവിടെയൊക്കെ ഫുള്ള് കുറേ ചെടികളൊക്കെ ഉണങ്ങി അതായത്. പിന്നെ ഗൈസ്, എന്താണ് എല്ലാവരുടെയൊക്കെ വിശ്വാസം? ഇന്ന് പിന്നെ ലീവായതുകൊണ്ട് വലിയ കഥ ഉണ്ടാവില്ലേ? ഓ മാൻ, ഈ വഴി നോക്കിങ്ങ വഴി വേണ്ട. ഈ വഴി പണ്ട് ഭയങ്കര സീൻ വഴിയായിരുന്നു. അതായത് ഒരു 4-5 കൊല്ലം മുമ്പ് ഇത് ആൾക്കാരൊക്കെ പോയിരുന്നൊരു വഴിയായിരുന്നു. അപ്പോൾ അന്ന് ഇത് ഈ കാണുന്ന കണ്ടോ, ഇത് സ്കൂളാണ്. ഈ കാണുന്ന സ്കൂളാണ്. അപ്പോൾ അവരെടുത്ത പറമ്പാണിത് മൊത്തം. അപ്പോൾ ഈ ഒരു എൻഡ് ഭാഗമുണ്ട് ഇവിടെ, ഈ മതിലിൻ്റെ ഒരു എൻഡ് ഭാഗമുണ്ട്. അവിടെ ഞാൻ ഇപ്പുറത്തൂടെ കാണിച്ചു തരാം. ആ വഴി അങ്ങനെ പോകണം. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഇപ്പുറത്തൂടെ ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ നേരെ റൂട്ടിലേക്കാണ് കയറാം. എളുപ്പ വഴിയായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ രാത്രിയൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് പരിപാടിയായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതെവിടെ കണ്ടോ, ഈ ലോക്ക് ചെയ്തിട്ട് കണ്ടോ. ഇതിപ്പോൾ അവർ ആ കാണുന്നൊരു വീട് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് അവിടെ ഒരു വീടായിരുന്നു ആദ്യം. അപ്പോൾ അവർ വീട് കൊടുത്തപ്പോൾ ഇവിടെ മതിലടച്ച് പൂട്ടി, അവിടെ മതിലടച്ച് പൂട്ടി. അപ്പോൾ അങ്ങനെ അടച്ച് പൂട്ടിപ്പോൾ കണ്ട വഴി മൊത്തം തീരുമാനമായി. ഇപ്പം ഇങ്ങനെ ആർക്കും പോകാനൊന്നും പറ്റൂല. ആ ഒരു അവസ്ഥ വന്ന് അങ്ങനെ അപ്പോൾ വഴി അടച്ചുകൊണ്ടല്ലോ അങ്ങ് അവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് അറ്റത്തും അങ്ങനെ വഴി ബ്ലോക്ക് ചെയ്തു. അപ്പോൾ അവർ വീട് വിട്ടപ്പോൾ അങ്ങനെ ചെയ്തതാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പിള്ളേർ ആദ്യമൊക്കെ ഈ ഒരു 4-5 വർഷം മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്. ഈ ഇടവഴിയായതുകൊണ്ട് ആൾക്കാർ ആ അറ്റത്തൊന്നും ഇവിടുന്ന് ആൾക്കാർ കാണൂല. ഇവിടെ ആരൊക്കെ വരും നിൽക്കണമെന്നൊന്നും കാണൂല. അപ്പോൾ സ്കൂളിൽ പിള്ളേർ പിന്നെ അതേപോലെ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും ഇവിടെയൊക്കെ വന്ന് കുളിച്ചിട്ട് പരിപാടികൾ കാണിക്കണേ ചിലരൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് ഓടിപ്പിച്ച് വിടും. ഇവിടെ എന്താണ് ഇവിടെ നിൽക്കണമെന്ന് ചെയ്ത് ഓടിപ്പിച്ച് വിടലായിരുന്നു പരിപാടി. പിന്നെ എനിക്ക് അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷെ അമ്മയുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടൊന്നുമില്ല. അവരെ പാടായി. അമ്മ ഇപ്പോൾ മൈൻഡ് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ഇത് ശരിക്കും പറയാൻ അവരൊരു സ്ഥലമായിരുന്നു, അവർക്ക് പറ്റിയൊരു സ്ഥലമായിരുന്നു. പക്ഷേ പാവങ്ങളെ കഞ്ഞിൽ പാച്ചിട്ട പോലത്തെ അവസ്ഥയായി. അതായത് ഇത് അടച്ചു പൂട്ടിയപ്പോൾ ആർക്കും ഇങ്ങനെ വരാൻ പറ്റില്ലല്ലോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇത് അടച്ചു പൂട്ടിയൊരു സമയത്ത് ഒരു ടീം ഇങ്ങനെ വന്ന് ഇവിടെ വന്നപ്പോൾ ഈ ഇപ്പോഴത്തെ പൂട്ടിയ ഭാഗത്ത് ആദ്യം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മതിൽ. അപ്പോൾ എന്തായത് അവർ ഇവിടം വരെ വന്നപ്പോൾ അവിടെ എത്തിയപ്പോണ്ട് ബ്ലോക്കാണെന്ന് മനസ്സിലായി. അപ്പോൾ അതേ സ്പീഡിൽ തിരിച്ചു പോയി. അവർക്ക് മനസ്സിലായി കടക്കാൻ പറ്റൂല എന്നുള്ള മനസ്സിലായി. നോർമൽ അവർ മാത്രമല്ല കേട്ടോ, നോർമൽ ആൾക്കാരും കുറേ പേരൊക്കെ പോണ വഴിയിടുന്നത്. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ തീരുമാനമായി. അപ്പോൾ കുറേ പേരൊക്കെ പറഞ്ഞു നിങ്ങൾക്കത് കംപ്ലയിൻറ്റ് കൊടുക്കായിരുന്നില്ലേ, അപ്പോൾ അത് മാറ്റി കിട്ടൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ആലോചിച്ച വേറെ കാര്യമായിരുന്നു. ഇവരിന് വരാൻ പറ്റില്ല, ഇവിടെ ഒരു പരിപാടി നടക്കൂലല്ലോ. ആ ഒരു സെറ്റപ്പ് കുറേ പേരൊക്കെ ഇവിടെ സ്കൂളിൽ പരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിള്ളേരിങ്ങനെ സംഭവമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കംപ്ലയിൻ്റൊക്കെ കൊടുത്തിരുന്നു. ആദ്യത്തെ കുറേ പൊട്ടത്തരങ്ങൾ പിള്ളേർ ഓരോരുത്തർ ഇങ്ങനെ വരും വന്നിവിടെ പരിപാടി കാണിച്ചു. പക്ഷെ അന്ന് പഠിച്ച പിള്ളേരൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. 4-5 കൊല്ലം മുമ്പത്തല്ലേ, പിന്നെയൊക്കെയുള്ള ചെറിയ പിള്ളേരല്ലേ. അപ്പം അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു പരിപാടികളും ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്താരും വരുന്നില്ല. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ കാണിച്ച പറമ്പിൽ ആദ്യം ഒരു ചെറിയ സീനായിരുന്നു. പിള്ളേർ വന്നിരുന്നൊരു ഫുള്ള് സിഗരറ്റ് വലിയും കാര്യങ്ങളൊക്കെ ഇടുന്നു. അപ്പോൾ ഇവർ വന്നിട്ട് അത് ചെയ്യുമ്പോൾ ഭയങ്കര സീനൊക്കെ ഇടുന്നു. ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. പക്ഷേ വലിയ സീനില്ല, നമ്മുടെ പിള്ളേരൊക്കെ തന്നെ ഇടുന്നു.
പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ആ ഭാഗം ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ കണ്ട ചെറിയൊരു കരി പോലെ കണ്ട ഇവിടെയൊക്കെ കുറച്ച് ദിവസം മുമ്പ് ആരോ നൈസായിട്ട് വലിച്ചിട്ട് പിള്ളേർ സിഗരറ്റ് ഇട്ടെന്നാണ് കേട്ടത്. അങ്ങനെ കത്തിപ്പിടിഞ്ഞ് മൊത്തം അലമ്പായി. അപ്പോൾ അത് അലമ്പായപ്പോൾ ഇവിടുന്ന് മൊത്തം ആൾക്കാരിങ്ങനെ അവിടുന്നൊക്കെ ഒരു വെള്ളമൊക്കെ ഒഴിച്ച് കെടുത്തി വിട്ടുകയാണ്. സ്കൂളിലന്ന് പരിപാടി നടക്കിയിരുന്നു. അപ്പം ആരും അറിഞ്ഞില്ല. ആദ്യം അറിഞ്ഞില്ല, പിന്നെ കുറേ നേരം പറഞ്ഞത് അവിടെ തീ കിട്ടുന്നുണ്ടെന്നൊക്കെ. ഓരോ ടീമാരും ഓരോന്ന് കാണിച്ചു കിട്ടും. അത് ഭയങ്കര അലമ്പാവും ആ അവസ്ഥയിൽ. അപ്പം ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ല കേട്ടോ, ഞാൻ ഈ ഷോപ്പിലിരുന്നു. അപ്പം എന്നെ വിളിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവം നടന്നെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി. ഇപ്പം എന്ന് വെച്ചാൽ ആരും ഈ വഴിക്ക് വരുന്നുമില്ല, കാര്യങ്ങളൊക്കെ കൂടുതൽ സെറ്റാണ്. പിന്നെ ഇങ്ങനെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ആ ഒരു ലെവലിലെത്തി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഗസ് ഇതെവിടെ നോക്കിയേ, ഇവിടെ നൈസായിട്ട് ഉമ്മ സെറ്റാക്കി വെച്ച് പൂ കിടക്കണം. ഇതൊക്കെ പറിച്ചാണ്ടല്ലേ എൻ്റെ മോന്തടിച്ചിരിക്കും. ഇവിടെ എണ്ണം തൊടാൻ സമ്മതിക്കില്ല. കണ്ട അത് ഇവിടെ കണ്ട നൈസ് പൂക്കളാണ്. ഞാൻ പിന്നെ ഒന്ന് ചെടിക്ക് വെള്ളം കൊടുക്കാറില്ല കേട്ടോ, അത് വേറെ വിഷയം. കണ്ട ഇതൊക്കെ കണ്ട നൈസ് ചെടിയാണെന്നൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൽ കൂടെ കാണുമ്പോൾ വലിയ ഭംഗിയില്ല എന്നുള്ളൂ, പക്ഷേ നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പം നോമ്പൊക്കെ പാടില്ല, അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കണമെന്നുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഡെയിലി ഇടൽ നടക്കില്ല. ഡെയിലി ഇടാത്തതിന് കാരണം വെച്ചാൽ ഇപ്പോൾ ഡെയിലി ഇടുന്ന വീഡിയോ മൊത്തം സെയിം പാറ്റേണിൽ പോകും. അതായത് സെയിം പാറ്റേൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ഡെയിലി കടയിൽ പോകുന്നു, തിരിച്ചു വരുന്നു, അവിടുത്തെ കാര്യങ്ങൾ അത്ര ഉണ്ടാവുള്ളൂ. പിന്നെ വൈകിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം ആളിക്കുകയെന്ന് വെച്ചാൽ പല പള്ളികൾ വെച്ച് പിടിച്ചാലോ എന്ന് ആളിക്കണം. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഒരൊറ്റ പള്ളിയിൽ ഞങ്ങൾ പോയിരുന്നുള്ളൂ, കഴിഞ്ഞ കൊല്ലം അതിന് മുമ്പത്തൊല്ല. പക്ഷേ കുറച്ച് നമുക്ക് അത്ര തൃപ്തിയായി വന്നിരുന്നില്ല, കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഓരോരോ പള്ളികൾ വെച്ച് പിടിക്കുകയെന്ന് ആളിക്കണം. അതായത് ഒരു പള്ളി 2-3 ദിവസം, പിന്നെ അടുത്ത പള്ളി വെച്ച് പിടിക്കുക എന്നാലും ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ ആളിക്കണത്. പക്ഷേ എന്നാലും പള്ളി പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ, എല്ലാ പള്ളിയിലും ഇതേപോലെ ആവില്ല, ചിലപ്പോൾ പാട്ട് പിടിച്ചു വിടും. അപ്പോൾ വീഡിയോ എടുക്കണേ നടക്കില്ല. അപ്പോൾ ഞാൻ ആലോചിക്കാന്ന് വെച്ചാൽ നോക്കട്ടെ, എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനം എടുത്തിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. പിന്നെ ഞായറാഴ്ചയൊക്കെ എന്തായാലും ചെയ്യാം. ഞായറാഴ്ച വലിയ സീനൊന്നുമില്ല, ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ട് സെറ്റ് ചെയ്യാമെന്നുള്ളൂ. ഹേ ബഡി, ഇത് നമ്മളെ പൂച്ച. ഇനി എടുക്കാൻ പോണേ. ഇതിനെ കുറേ മുമ്പ് എന്നാ പോക്കോ, ഇതിനെ കുറേ മുമ്പ് ഞങ്ങൾ ആദ്യം വേറെ സ്ഥലത്ത് താമസിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തൊരു നമ്മളെ പരിചയക്കാരുടെ വീടുണ്ട്. അപ്പോൾ അവിടെ വീട്ടിലുണ്ടായിരുന്ന ഒരു പൂച്ചയിടുന്നു, ചെറുത് പ്രസവിച്ചിടുന്ന ഒരു പൂച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 4 കുട്ടികളാണ് ഉണ്ടായി. 2 എണ്ണത്തിന് കൊണ്ടുവന്നപ്പോൾ ഒരെണ്ണം കുറച്ച് നാളുണ്ടായിരുന്നു. പിന്നെ ഈ പൂച്ച ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ മുമ്പിൽ മാന്തലും പിടിക്കുന്നതും കടിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ മറ്റേ തീരെ വയ്യാത്ത പോലെ അങ്ങനെ അത് കൂടെ അതിനെപ്പോൾ അത് ചത്തുപോയി. പിന്നെ മൂപ്പരാളൊന്നും ഉണ്ടായത് ഇപ്പോൾ എത്ര ഉണ്ടായി മട വെച്ച് കറക്റ്റ് അറിയാം എത്ര നാളായി എന്നുള്ളത്. പക്ഷേ ഈ പൂച്ച ഭയങ്കര ഇതാണ്. ഇതിൽ കൂടെ നായ്ക്കളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഭയങ്കര സീനൊക്കെ ആയിരുന്നു. പക്ഷേ മൂപ്പരാൾ നായ ഇല്ല, ഒന്നുമില്ല, ആൾ ഓടിപ്പോവും. ഉണ്ടാക്കി എടുക്കണോക്കി. ഹേ മാൻ നോക്കൂ ഗൈസ്, ഇതെൻ്റെ വ്ളോഗാണ് ഗൈസ്. ഓടി ഞാൻ തൊട്ടപ്പൊടിയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, ഞാൻ ചുമ്മാ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചാണ്. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല, ആൾക്കാർ കാണാത്തൊന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ, സ്റ്റാർട്ടിങ് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ വീഡിയോ ചെയ്ത് സെറ്റാക്കാം. ഇവിടെ ഇരിക്കാൻ പറ്റുമോ, ഉറുമ്പടിച്ച് നിൽക്കാൻ പോലും പറ്റില്ലടേ, അതാണ് സീൻ. അപ്പോൾ അതിവിടെ ആണ് ഉറുമ്പ്. നോക്കിയേ, ഈ കാണുന്ന മൊത്തം ഉറുമ്പളാ. എങ്ങനെ പടർന്ന് അങ്ങോട്ടും കൊണ്ടൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ കാണൂല, അതാണ് വിഷയം. ഓ മാൻ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ചുമ്മാ അങ്ങനെ ഒരു വീഡിയോ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, പുതിയ വീഡിയോ ആയിട്ടൊക്കെ വരാം. ബൈ.